ഗതാഗത കുരുക്കിൽപ്പെട്ട് വിമാനത്താവളത്തിലെത്തിയത് 10 മിനിറ്റ് വൈകി. ചെക്കിംഗ് സമയം കഴിഞ്ഞെന്നറിഞ്ഞിട്ടും കെഞ്ചി പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല. നിരാശയിൽ പുറത്തെത്തിയപ്പോൾ കേട്ടത് വമ്പൻ പൊട്ടിത്തെറി. രക്ഷപ്പെട്ടിട്ടും പൊട്ടിക്കരയുകയാണ് ഭൂമി ചൗഹാൻ. അഹമ്മദാബാദിലെ ആ ഒരു ആകാശ ദുരന്തത്തിൽ നിന്ന് ഭൂമി ചൗഹാൻ രക്ഷപ്പെട്ടത് ഗതാഗത കുരുക്കിൽപ്പെട്ടാണ്. വിമാനത്താവളത്തിൽ 10 മിനിറ്റ് വൈകി എത്തിയതുകൊണ്ട് വിമാനത്തിനുള്ളിൽ പ്രവേശനം കിട്ടിയില്ല. സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് എമിഗ്രേഷൻ അധികൃതർ നോ പറഞ്ഞപ്പോൾ ഭൂമി നിരാശയായി. ലണ്ടനിലേക്ക് പറക്കാൻ കഴിയില്ല എന്നുള്ള നിരാശയിൽ പുറത്തു വന്ന ഭൂമി കേട്ടത് ആ ഒരു സ്ഫോടന ശബ്ദമായിരുന്നു. നടുക്കുന്ന ആ ഒരു പൊട്ടിത്തെറിയിൽ നിന്നാണ് താൻ രക്ഷപ്പെട്ടതെന്ന് ഓർക്കുമ്പോൾ ഭൂമിക്ക് ഇപ്പോഴും പ്രതികരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. ദേശീയ മാധ്യമങ്ങളോട് ഫോണിൽ സംസാരിക്കുമ്പോൾ ഈ ഒരു രക്ഷപ്പെടലിനെ ഓർത്ത് വിതുമ്പുകയാണ് ഭൂമി. അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം ഇടിച്ചിറങ്ങിയത് മേഘാനി നഗറിലെ BJ മെഡിക്കൽ കോളേജ് UG ഹോസ്റ്റലിലായിരുന്നു. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗവും തകർന്നു. പരിക്കേറ്റ വിദ്യാർത്ഥികളെ ട്രോമ സെന്ററിൽ പ്രവേശിപ്പിച്ചു. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ തകർന്ന ഭാഗം പോലീസ് സീൽ ചെയ്തു. അപകടത്തിൽ 133 പേർ മരിച്ചു എന്നാണ് വിവരം. അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപമാണ് വിമാനം തകർന്നു വീണത്. 220 യാത്രക്കാരും 12 ജീവനക്കാരുമാണ് ഈ ഒരു വിമാനത്തിലുണ്ടായിരുന്നത്. ഇതിൽ യാത്ര ചെയ്യേണ്ട വ്യക്തിയായിരുന്നു ഭൂമിയും. എന്നാൽ അഹമ്മദാബാദിലെ ഉച്ച സമയത്തെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് ഭൂമി വലഞ്ഞു. ഇത് കാരണമാണ് ചെക്കിംഗ് സമയത്തിന് മുൻപ് വിമാനത്താവളത്തിൽ എത്താൻ കഴിയാത്തത്. ലണ്ടനിലേക്കുള്ള ഭർത്താവിന്റെ അടുത്തേക്കായിരുന്നു യാത്ര. അവധിക്കാലത്ത് നാട്ടിലെത്തിയതായിരുന്നു ഭൂമി. ലണ്ടനിലേക്കുള്ള ഈ ഒരു യാത്രയാണ് റോഡിലെ ട്രാഫിക് ബ്ലോക്കിൽ നടക്കാതെ പോയത്. പക്ഷെ അത് വലിയ ദുരന്തത്തിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലായിരുന്നു എന്ന് നിരാശയ്ക്കിടെ ഭൂമി തിരിച്ചറിയുന്നുണ്ട്. ഭൂമി ഒറ്റയ്ക്കായിരുന്നു ലണ്ടനിലേക്ക് യാത്രാ പദ്ധതി ഇട്ടത്. ബ്രിസ്റ്റോൾ വിമാനത്താവളത്തിലേക്കായിരുന്നു ടിക്കറ്റ് എടുത്തത്. ഭർത്താവിന്റെ അടുത്തേക്ക് പോകാനായിരുന്നു യാത്ര. 2 വർഷം മുൻപാണ് ഭൂമി ബ്രിട്ടനിലേക്ക് പോയത്. അതിനുശേഷം ഇത്തവണ അവധിക്കായി നാട്ടിലേക്ക് വന്നു. ആ മടക്കയാത്രയാണ് ദുരന്തമാകാതെ പോയത്. വിമാനത്താവളത്തിന്റെ പുറത്തേക്ക് ഭൂമി എത്തിയത് 1:30-ഓടെയാണ്. അത് കഴിഞ്ഞ് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിമാനം പൊട്ടിത്തെറിച്ചു. ഇതറിഞ്ഞ ഭൂമി ദൈവത്തിനോട് നന്ദി പറഞ്ഞു. അപ്പോഴും മനസ്സും ശരീരവും തളരുകയായിരുന്നു എന്നാണ് ഭൂമി പറയുന്നത്. വിമാനത്താവളത്തിലെ റൺവേ 23-ൽ നിന്ന് ഉച്ചയ്ക്ക് 1:39-നാണ് വിമാനം പറന്നുയർന്നത്. ടേക്ക് ഓഫിന് തൊട്ട് പിന്നാലെ വിമാനം തകർന്നു വീഴുകയും അത് കത്തുകയുമായിരുന്നു. അപകടത്തിന് മുൻപ് വിമാനത്തിന്റെ സഹ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട് മേഡേ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് ഇതിന് പ്രതികരണം നൽകിയെങ്കിലും ഇതിനുശേഷം ബന്ധം നഷ്ടപ്പെടുകയും വിമാനം തകർന്നു വീഴുകയുമായിരുന്നു. വിമാനം അപകടത്തിലാണെന്നുള്ള നൽകുന്ന ഒരു സൂചനയാണ് മേഡേ കോൾ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വിമാനം കഴിഞ്ഞ ദിവസം തകർന്നു വീഴാനുണ്ടായ കാരണം എന്താണ് എന്നുള്ള കാര്യം വിശദമായ പരിശോധനയിലൂടെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്നാൽ ജൂലിയൻ ബ്രേ എന്ന വ്യോമയാന വിദഗ്ധൻ അപകടത്തിന് കാരണമാകാൻ സാധ്യതയുള്ള ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. അപകടത്തിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ജൂലിയൻ ബ്രേ കഴിഞ്ഞ 40 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളെക്കുറിച്ച് ഉപദേശം നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കൂടാതെ ഇദ്ദേഹം ബ്രിട്ടീഷ് എയർവേസിന്റെയും അലിറ്റാലിയുടെയും മുൻ കൺസൾട്ടന്റുമാണ്. ബ്രേ പറയുന്നത് ബോയിങ് ഡ്രീം ലൈനർ വിമാനം പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആണ് എന്നാണ്. ഇതിൽ ഏറ്റവും നൂതനമായ സാങ്കേതിക സംവിധാനങ്ങളുള്ള ഒരു വിമാനം കൂടിയാണിത്. ഇതിൽ ഒന്നിലധികം ബാക്കപ്പ് സംവിധാനങ്ങളുമുണ്ട്. അതുകൊണ്ട് ബ്രേ പറയുന്നത് ഇത് മെക്കാനിക്കൽ പരാജയമാണോ എന്നുള്ള സംശയമുണ്ടെന്നാണ്. ആദ്യമായി അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നത് ഇത് പൈലറ്റിന്റെ പിഴമാണോ എന്നതാണ്. പലപ്പോഴും പറന്നുയരുമ്പോൾ കൂടുതൽ ലിഫ്റ്റ് ലഭിക്കുന്നതിനായി ഈ ഒരു പൈലറ്റുമാർ വിമാനത്തിന്റെ ഫ്ലാപ്പുകൾ താഴ്ത്തും. എന്നാൽ ഇന്നലത്തെ അപകടത്തിന്റെ ദൃശ്യങ്ങൾ എയർ ഇന്ത്യ വിമാനത്തിന്റെ ഫ്ലാപ്പുകൾ അപ്പോഴും ചിറകുകളായി നിരപ്പായ നിലയിൽ തന്നെയുണ്ടെന്നാണ് കാണിക്കുന്നത്. ഫ്ലാപ്പുകൾ വിന്യസിച്ചില്ലെങ്കിൽ വിമാനത്തിന് വേണ്ടത്ര വേഗത്തിൽ ഉയരാൻ കഴിയുമായിരുന്നില്ല എന്നാണ് ബ്രേ അഭിപ്രായപ്പെടുന്നത്. ചിലപ്പോൾ പൈലറ്റുമാർ അവ വിന്യസിക്കാൻ മറന്നുപോയി കാണുമെന്നും ഇത് ദുരന്തത്തിലേക്ക് നയിച്ചേക്കാമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. ഫ്ലാപ്പുകൾ അനങ്ങാതിരിക്കുന്നത് വിചിത്രമാണ് എന്നാണ് ബ്രേ പറയുന്നത്. പറക്കുന്നതിന് മുൻപുള്ള പരിശോധനകളുടെ ഭാഗമായി ഇക്കാര്യം പരീക്ഷിക്കുന്നതാണ് പതിവ്. പൈലറ്റുമാർ ഈ ഒരു അവസരത്തിൽ വിമാനത്തിന് ചുറ്റും നടന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നും പരിശോധിക്കും. ടേക്ക് ഓഫിന്റെ ഓരോ ഘട്ടത്തിലും ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും ഇത്തരം കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യും. ഇതൊക്കെ നടപടിക്രമത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്.
വിമാനം തകർന്നു വീണപ്പോഴും അതിന്റെ ചക്രങ്ങൾ താഴ്ത്തി വെച്ചിരുന്നു എന്ന കാര്യവും ബ്രേ ചൂണ്ടിക്കാട്ടുന്നു. വിമാനത്തിലെ എന്തെങ്കിലും ഭാഗം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ക്യാപ്റ്റന് വിമാനം നിലത്തിറക്കാൻ ഉത്തരവിടാം. വിമാനം ഉയർത്താൻ കഴിയുന്നില്ല എന്ന പൈലറ്റിന്റെ സന്ദേശം അദ്ദേഹം എടുത്തു കാട്ടുന്നു. വിമാനത്തിൽ വലിയ സാങ്കേതിക തകരാറുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ പവർ നഷ്ടമാവുകയുള്ളൂ. വിമാനത്തില് പക്ഷിയടിച്ചതായി തോന്നുന്നില്ല എന്നും ബ്രേ പറയുന്നുണ്ട്. വിമാനത്തിൽ അതിന്റെ ലക്ഷണങ്ങളും ഒന്നും കാണുന്നില്ല. വിമാനത്തിന്റെ ഒരു എഞ്ചിനിൽ പക്ഷിയടിച്ചാലും രണ്ടാമത്തെ എഞ്ചിൻ ഉപയോഗിച്ച് വിമാനം നിലത്തിറക്കാമായിരുന്നു. പൈലറ്റ് വിമാന അപകടത്തിലൂടെ ആത്മഹത്യ ചെയ്തതാണോ എന്നുള്ള സാധ്യതയും ബ്രേ തള്ളിക്കളയുന്നില്ല. ഇവിടെ ബോംബ് ആക്രമണത്തിന്റെ സാധ്യത അദ്ദേഹം തള്ളിക്കളയുന്നു. വിമാനം പറത്തുക എന്നുള്ള കേവലമായ ധാരണയ്ക്കപ്പുറം ഒരു പൈലറ്റിന്റെ ജോലി സങ്കീർണവും ബഹുമുഖവുമായ ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞതാണ്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കി കൃത്യമായ സമയത്തെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്ന ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ പൈലറ്റുമാർക്ക് അഗാധമായ അറിവും വൈദഗ്ധ്യവും നിരന്തരമായ ജാഗ്രതയും ആവശ്യമാണ്. വെറും സ്റ്റിക്ക് പിടിച്ച് വിമാനം ഓടിക്കുക എന്നതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്.